ഇന്ന് നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ആലപ്പുഴ കോൺവെന്റ് സ്ക്വയർ ജംഗ്ഷനിലുള്ള ബിരിയാണി ഹൗസിലാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡൈനിങ് സ്പേസും നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫ്സും ആയിരുന്നു. നമ്മൾ ഏകദേശം ഒരു 1:30 ആയപ്പോഴാണ് ഹോട്ടലിൽ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ബിരിയാണികളൊക്കെ ഏകദേശം തീർന്നിരുന്നു. ചിക്കൻ ബിരിയാണി ഓൾറെഡി തീർന്നു. പിന്നെ നമ്മൾ ബീഫ് ബിരിയാണിയും അൽസയാണ് പറഞ്ഞത്. നമ്മളിവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ അൽസ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. കണ്ണൂർ സൈഡ്സിലൊക്കെ കല്യാണത്തിന് ബിരിയാണിക്ക് മുമ്പ് വിളമ്പുന്ന ഒരു ഡിസേർട്ടാണ് ആക്ച്വലി ഈ അൽസ. ഇത് ഷുഗർ ചേർത്തും ഷുഗർ ചേർക്കാതെയും കഴിക്കാറുണ്ട്. ഞാൻ ആദ്യം തന്നെ ആ പിസ്തയും ഒഴിച്ച നെയ്യും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഷുഗർ ചേർക്കാതെ കഴിച്ചു. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ഷുഗറും കൂടി ഇട്ട് കഴിച്ചു. ആക്ച്വലി ചിക്കൻ വിത്ത് ഷുഗർ അലുവയും മത്തിയും കറി പോലെയൊക്കെ ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ പഞ്ചസാര ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ പകുതി കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയർ ഫുള്ളായി. കാരണം ഒരു ഫുൾ ബിരിയാണിയും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് അത് പകുതിക്ക് വെച്ച് നിർത്തി. പിന്നെ ഞാനൊരു ഫുൾ ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 2 ഇടത്തരം പീസും ഒരു കുഞ്ഞ് പീസുമായിരുന്നു ഉണ്ടായിരുന്നത്. 170 റുപ്പീസാണ് ഈ ബിരിയാണിക്ക് ചാർജ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ആ കഷ്ണം വളരെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി തീരാറായ കൊണ്ട് ചെറുത് തന്നതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, സാധാ എവിടെ പോയി ബിരിയാണി കഴിച്ചാലും അതിൽ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് ഓയിൽ ഫീൽ ചെയ്യാറുണ്ട്. ഇതിൽ പക്ഷേ ഭയങ്കര ഓയിൽ കുറവായിരുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. മാത്രമല്ല ഇതിൽ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിയുടെ അത്രയും ഹൈപ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് എക്സ്പെക്റ്റേഷൻ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്നാലും ബിരിയാണി കൊള്ളാം. വളരെ ഓയിൽ കണ്ടൻ്റ് ഒക്കെ കുറഞ്ഞ നല്ലൊരു മിനിമം ലെവലിലുള്ള ഒരു ബിരിയാണിയുള്ളൂ. നമുക്കൊരു 10ൽ 8 എന്തായാലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടുക എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ അൽസ കൊള്ളാം, ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. പിന്നെ ഇവിടെ വെച്ച് ഞാൻ രണ്ടുപേരെ പരിചയപ്പെട്ടു. അവരാണ് തൊട്ടടുത്തുള്ള ഐസ് ലോഫിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ബിരിയാണി ഹൗസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലതുവശത്തായിട്ടാണ് ഇവരുടെ ഈ ഒരു ഔട്ട്ലെറ്റ് വരുന്നത്. ഞാൻ അവിടുന്ന് ആക്ച്വലി ഒരു ജാക്ക് ഫ്രൂട്ട് ഫ്ലേവറിലുള്ള ബാറാണ് ട്രൈ ചെയ്തത്. 27 രൂപയാണ് അതിനായത്. നല്ല നാച്ചുറൽ ഫ്ലേവർ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ബൈ ദ വേ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തത് അവരാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.